പാറുക്കുട്ടി സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ വാങ്ങിയ ക്യാമറ. So excited. Open it. Another box. Wow, it's so small. എന്നിട്ട് ഇവിടെ വെക്കൂ. പൊളിക്കല്ലേ, ഫീൽ ചെയ്യല്ലേ. ഇതിലെന്താ, കേസിലെന്താ ഉള്ളത്? കേസിൽ ചാർജറും എനിക്കൊരു കാർഡ് കിട്ടി. ഇതൊരു തൂക്കിയിട്ടുള്ളത് അതതിൻ്റെ മാനുവലാണ്, കാർഡല്ല. ഹായ് ഹലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ടോയ് ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ടോയ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനൽ ക്യാമറ തന്നെയാണ്, വർക്കിംഗ് ക്യാമറയാണ്. നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവൾക്ക് ചെറിയ ചെറിയ പൈസ ഇങ്ങനെ കൊടുക്കുമായിരുന്നു കേട്ടോ. 10 രൂപ 20 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്, ടേബിൾ ക്ലീൻ ചെയ്യുന്ന 10 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ സേവ് ചെയ്ത് വെച്ച പൈസയിൽ മേടിച്ചിട്ടുള്ള ക്യാമറയാണ് കേട്ടോ. ഇതിന് 553 രൂപയാണ് ആയിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷനാണ്. എൻ്റെ ഒരു ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഗതികൾ ചോദിക്കുമ്പോൾ അവർ തന്നെ സ്വന്തമായിട്ട് സമ്പാദിച്ച പൈസ വെച്ച് മേടിക്കുന്നതാണ് കൂടുതൽ പൈസയ്ക്കൊരു വില ഉണ്ടാവാനും സാധനങ്ങൾ കേടുവരുത്താതെ സൂക്ഷിക്കാനും ഒക്കെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അവൾ ആ പൈസ ചേർത്ത് വെച്ചിട്ട് ഒരു 500 ആയപ്പോൾ വാങ്ങിയതാണ് നമ്മൾ ഈ ക്യാമറ. ഓരോ ദിവസം കലണ്ടറിൽ ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ക്യാമറയാണ് കേട്ടോ. 2-3 കളറിൽ കണ്ടു. നമുക്ക് കിട്ടിയിട്ടുള്ളത് ബ്ലൂ കളറാണ് കേട്ടോ. സംഗതി എന്തായാലും നല്ല അടിപൊളിയാണ്, നല്ല ക്യൂട്ടാണ്, വർക്കിംഗ് ആണ്, ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു 32 GB വരെ ഉള്ള മൈക്രോ SD കാർഡ് ഇട്ടിട്ട് ഇതിൻ്റെ മെമ്മറി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ഗെയിം നമ്മുടെ പണ്ടത്തെ സ്നേക്ക് ഗെയിമൊക്കെ ഇല്ലേ, അങ്ങനത്തെ വിൻറ്റേജ് ഗെയിമൊക്കെയാണ് കേട്ടോ ഉള്ളത്. എന്തായാലും നമ്മളൊരു കുഞ്ഞു ടോയൊക്കെ മേടിച്ച് വരുമ്പോൾ ഈ ഒരു 300-400 രൂപയ്ക്ക് ആവുമല്ലോ. 300-400 രൂപയ്ക്കൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. ഞാൻ കുറച്ച് റേറ്റിംഗ് ഉള്ളതും പിന്നെ പിക്സൽ റേറ്റ് ഉള്ളതൊക്കെ നോക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ വായിച്ച് നോക്കിയിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം, മാനുവലിലുള്ളത്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്തോളാം. ഇതാണ് ഇതിൻ്റെ മാനുവൽ. ഇതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടൊരു മാനുവലാണ്. നന്നായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളതാണോ എന്നുള്ളത് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങാം. അപ്പോൾ വീട്ടിലുള്ള കുട്ടി ഫോട്ടോഗ്രാഫേഴ്സിന് പ്രചോദനമാവട്ടെ.